സഞ്ജുമൽ ബോയ്സിന്റെ കളി എന്താണെന്ന് ലക്നൌവിന് ശരിക്ക് മനസ്സിലായി. അവർക്ക് രാജസ്ഥാനെയും സഞ്ജുവിനെയും വിലയില്ലായിരുന്നു. എന്നാൽ സഞ്ജു ലക്നൌവിനെതിരെ ആഞ്ഞടിച്ചു. വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് സഞ്ജു ഇന്ന് പുറത്തെടുത്തത്. സഞ്ജു ഉള്ളതുകൊണ്ടാണ് രാജസ്ഥാൻ ഇന്ന് കളി ജയിച്ചത്. 71 റൺസാണ് സഞ്ജു ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടിയത്. ഇപ്പോഴത്തെ ലക്നൌ കളി തോറ്റ ശേഷം അവരുടെ ഓണർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലക്നൌ ടീമിനെയും പരാജയപ്പെടുത്തി രാജസ്ഥാൻ ടീം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാൻ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിലെത്തിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ ലക്നൌ ടീം കളി തോറ്റപ്പോൾ അവരുടെ ഓണർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: രാജസ്ഥാൻ ടീം ശരിക്കും ഡേഞ്ചറസ് ആണ്. അവരുടെ ക്യാപ്റ്റൻ സഞ്ജു ആണ് ഏറ്റവും അപകടകാരി. കളി ആരംഭിക്കുന്നതിന് മുൻപ് ക്യാപ്റ്റനായ രാഹുലിനോട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് വില കൊടുത്തും സഞ്ജുവിനെ ഔട്ടാക്കണം. അവനെ പൂട്ടിയാൽ മാത്രമേ രാജസ്ഥാൻ ടീമിനെ തോൽപ്പിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ രാഹുലിന് അത് സാധിച്ചില്ല. സഞ്ജു തകർത്തടിച്ചു. സഞ്ജു ഔട്ടായെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഇന്ന് കളി ജയിച്ചേനെ. മികച്ചൊരു ടാർഗറ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഈ IPL ഏറ്റവും മികച്ചൊരു ടീം രാജസ്ഥാനാണ്. അതുപോലെ മികച്ചൊരു ക്യാപ്റ്റൻ സഞ്ജുവുമാണ്. ഇവരെ തോൽപ്പിക്കാൻ ഈസിയല്ല. ക്യാപ്റ്റൻ രാഹുലും ഇക്കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജസ്ഥാൻ ടീം ചില്ലറക്കാരല്ല, അവരെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ഞാൻ അവർക്ക് കോൺഫിഡൻസ് കൊടുത്തു. അതുകൊണ്ട് ഇന്ന് അവർ നന്നായി കളിച്ചു. ഇനി അവർ 250 റൺസ് എടുത്താലും രാജസ്ഥാൻ ടീം തിരിച്ചടിക്കും. അതുപോലത്തെ ചങ്കൂറ്റമുള്ള ബാറ്റ്സ്മാൻമാരാണ് അവർക്കുള്ളത്. ഞങ്ങൾ ഇന്ന് കളി തോറ്റെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ, അത് സഞ്ജുവാണ്. ഒരുപാട് തെറ്റുകൾ ഇന്ന് ലക്നൌ ടീമിന് സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടെത്തി പരിഹരിച്ച് അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് LSG ഓണർ വ്യക്തമാക്കി. LSGയുടെ വിജയം കാണാൻ വേണ്ടി വന്നതായിരുന്നു LSGയുടെ ഓണർ. എന്നാൽ അവർക്ക് നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. കളിക്കുന്നത് രാജസ്ഥാനോടാണെന്ന് അവർ മറന്നുപോയി. രാജസ്ഥാന്റെ കപ്പിത്താൻ സഞ്ജു ആണ്. സഞ്ജു ഉള്ളിടത്തോളം കാലം രാജസ്ഥാൻ ടീമിനെ തോൽപ്പിക്കാൻ എളുപ്പമല്ല. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.